ഒരു ഫെമിനിറ്റിയുമായിട്ടുള്ള സിനിമ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് 2 വാക്ക് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായി മുസ്ലിയാക്കന്മാരെ പയഞ്ചന്മാരായി, ഒന്നും അറിയാത്തവരായി, ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകാത്തവരായൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. ഇത് ശുദ്ധ അസംബന്ധമാണ്. മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഇവിടെ വലിയ വലിയ ഇംഗ്ലീഷ് പ്രൊഫസർമാരെ അടക്കം ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്, ഇല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണത്. അതേ പ്രകാരം തന്നെ ഈ അടുത്തൊരു മുസ്ലിം വനിത പൈലറ്റായി ഇറങ്ങിയല്ലോ, അതിൻ്റെ പിതാവാരാണ്? അതൊരു മുസ്ലിയാരാണ്. ഇങ്ങനെ പല ഉദാഹരണങ്ങൾ കാണാം. ഇല്ലാത്ത ആരോപണങ്ങൾ വെറുതെ മുസ്ലിയാക്കന്മാരുടെ മുകളിൽ കെട്ടിവെക്കരുത്. പിന്നെ മുസ്ലിയാക്കന്മാരാണെങ്കിലും മത പുരോഹിതന്മാരൊക്കെ പറയുന്നത് എന്താണ്? ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും എല്ലാം ആവശ്യമാണ്. പക്ഷേ അതിനൊക്കെ ചെല്ലുന്ന സമയത്ത്, ഇതിനൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെതായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാവണം. വിദ്യാഭ്യാസത്തിന് പോവുകയാണ്, ഭൗതിക വിദ്യാഭ്യാസത്തിന് പോവുകയാണെന്ന് തോന്നിയ വസ്ത്രം ധരിച്ചു കൊണ്ടൊന്നും പുറത്തിറങ്ങാൻ പാടില്ല. ഇതൊക്കെയാണ് പറയാറുള്ളൂ. അപ്പം അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്താണ് ഡബിൾ അർത്ഥം പറഞ്ഞു, ത്രിബിൾ അർത്ഥം പറഞ്ഞു എന്നൊക്കെ കേസും കോടതിയൊക്കെ വരുന്നത്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓരോ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ശരീരം പൂർണ്ണമായി മറച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഏത് വിദ്യാഭ്യാസത്തിനും ആരും എതിരൊന്നുമല്ല. ഇരിക്കട്ടെ. അപ്പം ഇതേപോലെ തന്നെ മറ്റൊരു അതിൽ പറയുന്ന, ആ സിനിമയിൽ പറയുന്ന മറ്റൊരു ചില കാര്യങ്ങളാണ് ഇസ്ലാമിക നിയമങ്ങളെ പരിഹസിക്കുന്നുണ്ടാവുക. ഇസ്ലാമിക നിയമങ്ങളെ പരിഹസിക്കുക എന്ന് പറയുമ്പോൾ നജസിനെ സംബന്ധിച്ച് പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ കുട്ടിയുടെ മൂത്രം ബെഡിലായപ്പോൾ അത് പുറത്തിടാൻ പറയുകയും, അങ്ങനെ അത് പുറത്തിലിട്ടപ്പോൾ അതിൽ പട്ടിയുടെ മൂത്രമാവുകയും, അപ്പോൾ അതിൽ 7 തവണ കഴുകും, അതിലൊന്ന് മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് കഴുകുകയൊക്കെ വേണമല്ലോ. അപ്പോൾ ഇതിനൊക്കെ ചിത്രീകരിച്ച് പരിഹസിക്കുകയാണ്. ഇവർ യഥാർത്ഥത്തിൽ എന്തിനെയാണ് പരിഹസിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. മനുഷ്യൻ്റേതാവട്ടെ ഏതാവട്ടെ ബോഡി വേസ്റ്റ്, മൂത്രവും കാഷ്ടമൊക്കെ അതൊക്കെ വസ്ത്രത്തിലും ശരീരത്തിലും ആവാതിരിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയല്ലേ? അതിനെ വളരെ മോശമായ കാര്യമായിട്ട് വളച്ചൊടിക്കേണ്ട കാര്യമുണ്ടോ? ശരീരത്തിൽ നജസും മലിനങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ സുരക്ഷിതത്വം നൽകുന്ന വൃത്തി, അത് നജസ് ആകുമ്പോൾ അതൊക്കെ വൃത്തിയാക്കി കഴുകി നടക്കണം എന്നുള്ള ഇസ്ലാമിൻ്റെ കൽപ്പനകളെ അതിനെ വളച്ചൊടിക്കേണ്ട കാര്യം എന്താണ്? നോക്ക് നിങ്ങൾ, ഒരു ടോയ്ലറ്റിൽ മുസ്ലിങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റ്, അതുപോലെ തന്നെ എല്ലാവരും അമുസ്ലിങ്ങളടക്കം ഉപയോഗിക്കുന്ന ടോയ്ലറ്റും തമ്മിലുള്ള വ്യത്യാസം അനുഭവിച്ചറിഞ്ഞവരാണ് പലരും, ഇല്ലേ? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നജസാണത്. മൂത്രം കാഷ്ടമൊക്കെ എന്ന് പറഞ്ഞാൽ നജസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അംശം പോലും ഇല്ലാതിരിക്കാൻ വേണ്ടി പരിപൂർണമായി ഇത് കഴുകി വൃത്തിയാക്കണം. അതുപോലെ തന്നെ അത് വീണ ടൈലാണെങ്കിലും സിമൻ്റ് ആണെങ്കിലും ആ ഭാഗവും നല്ല വൃത്തിയായി കഴുകിയിരിക്കണം, മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ അതവർ ചെയ്യുന്നു. അതുപോലെയാണോ മറ്റുള്ള ആളുകൾ ഉപയോഗിക്കുന്നത്? അവർക്കത് ചെറുന്നാണ്ട് വിട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല, ഇല്ലേ? അപ്പോൾ അതുമാത്രമല്ല, ഏത് മേഖല നോക്കണേ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിൽ 5 തവണ നിർബന്ധമായി മുഖവും കഴുകിയിരിക്കേണ്ടതല്ലേ? അത് എത്രത്തോളം ആരോഗ്യത്തിന് ഉപകാരപ്രദമാണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തുഹൂർ ഷത്തുറുൽ ഈമാൻ, ശുദ്ധി എന്ന് പറയുന്നത് ഈമാൻ്റെ പകുതിയാണ്. അപ്പോൾ ഇതൊക്കെ ശരീരത്തിനും മനസ്സിനൊക്കെ ഉപകാരപ്രദമാണ്, ആരോഗ്യത്തിന് ഉപകാരപ്രദമാണ് എന്ന് പറയുന്നതിന് പകരം അതിനൊക്കെ പരിഹസിച്ചുകൊണ്ട് അത് പയഞ്ചൻ ഏർപ്പാടാ എന്ന് പറയുന്നത് ആടിനെ പട്ടിയാക്കുന്ന രീതിയല്ലേ? നോക്കൂ നിങ്ങൾ. അപ്പോൾ പിന്നെ ഇവിടെ പറയാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഈ നായയുടെ മൂത്രമോ നായയുടെ നനവൊക്കെ ആയിക്കഴിഞ്ഞാൽ 7 തവണ കഴുകുന്നതിനെ സംബന്ധിച്ച് പറയും. അതേ പ്രകാരം തന്നെ അതിലൊന്നും മണ്ണ് കലർത്തുന്നതിനെ സംബന്ധിച്ചൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ആരോഗ്യപരമായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം, നായയുടെ ശരീരത്തിൽ എത്രമാത്രം മാലിന്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? നായയുടെ ശരീരത്തിൽ നിന്നൊക്കെ പുറപ്പെടുന്ന ഒരുപാട് അപകട കൃമികൾ അത് മനുഷ്യന് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. ഹൈഡ്രോഫോബിയ എന്ന് പറയുന്ന രോഗം എത്ര ആളുകളാണ് ബുദ്ധിമുട്ടിയത് അതുകൊണ്ട് എന്ന് വേണ്ട. നായയെ കൊല്ലാൻ വേണ്ടിയിട്ട്
ഈ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എത്ര ലക്ഷങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ്? നായയിലുണ്ടാകുന്ന അണുക്കളും അതിലുള്ള പ്രയാസങ്ങളൊക്കെ ഭയന്നുകൊണ്ട് തന്നെ. അപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ 7 തവണ കഴുകുക എന്ന് പറയുന്നത് അത് മനുഷ്യന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപ്രകാരം തന്നെ ടുണീഷ്യൻ വൈദ്യശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ പഠനങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കേൾക്കാം. എൻസൈക്ലോപീഡിയയിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നായയുടെയൊക്കെ ഉമിനീരിൽ മുട്ടകളുണ്ട്, വൻ അപകടകാരികളായ കൃമികളുടെ മുട്ടകൾ. ആ മുട്ടകളൊക്കെ മനുഷ്യ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് മനുഷ്യ ശരീരത്തിലെ ശ്വാസകോശത്തിലും കരളിലൊക്കെ അതുപോലെ തന്നെ ലൈംഗിക അവയവഭാഗങ്ങളിലൊക്കെ സഞ്ചി കെട്ടിയിട്ടുണ്ട്. മുട്ടയുടെയോ ഓറഞ്ചിൻ്റെയൊക്കെ വലുപ്പത്തിൽ സഞ്ചിയാക്കിയിട്ട് അതിലൊരുപാട് കൃമികൾ, മനുഷ്യൻ്റെ വലിയ വലിയ രോഗങ്ങളുണ്ടാക്കുന്ന പ്രയാസപ്പെടുത്തുന്ന കൃമികൾ അവിടെ വളരുന്നു എന്ന് ടുണീഷ്യൻ വൈദ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ക്രിസ്റ്റഹൈറ്റനിക് പോലെയുള്ള വലിയ വലിയ രോഗങ്ങളാണ് ആ കൃമികൾ ഉണ്ടാക്കി തീർക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ സുരക്ഷിതമാക്കാൻ വേണ്ടി ഇത്തരം നിയമങ്ങൾ പറയുമ്പോൾ അതിനെ നല്ല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നതിന് പകരം അതിനെ പരിഹസിക്കുക എന്നുള്ളത് തികച്ചും പലതും പടിഞ്ഞാറൻ നാടുകളിൽ ഈ നായ കാരണം ഉണ്ടായി വന്ന പനിയെ സംബന്ധിച്ചിട്ടുള്ള വാർത്ത 2003 ജൂൺ മെയ് മാസത്തിൽ നായ മൂലം ഉണ്ടായിട്ടുള്ള പനി, അതിനെ സംബന്ധിച്ചുള്ള വാർത്ത വന്നിരുന്നല്ലോ. അപ്പോൾ അത് വളരെ പ്രയാസപ്പെടുത്തിയിരുന്നു പല ആളുകളും. അവിടെയാണ് പടിഞ്ഞാറൻ ഭാഗത്താണല്ലോ നായയെ ഏറ്റി നടക്കുന്ന ആളുകളുള്ളത്. അപ്പോൾ അവിടെ ഇത് വന്നിട്ട് ശരീരം പൊട്ടിയൊലിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി തീർക്കുന്ന എന്താണ്? നായകളാണ്. നായ മാത്രമല്ല, പന്നിയുടെ ഉപയോഗമാണ്. അത് വിഷയം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഏതായിരുന്നാലും ഇതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് 7 തവണ കഴുകണം, അതുപോലെ തന്നെ അതിലൊന്ന് മണ്ണ് കലർത്തിയതാവണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളൊക്കെ പരിഹസിക്കുക എന്നുള്ളത് തികച്ചും നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ അതേപ്രകാരം തന്നെ ഇനിയിപ്പോൾ അത് മണ്ണ് കലർത്തിയ വെള്ളം വളരെ നല്ലതാണ്. ഒരു ശുദ്ധീകരണത്തിന് പണ്ട് കാലം മുതൽ തന്നെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നതാണ് മണ്ണ്, ഇല്ലേ? പഴമക്കാരൊക്കെ പാത്രങ്ങൾ വൃത്തിയാക്കാനും നിലം വൃത്തിയാക്കാനൊക്കെ മണ്ണ് ഉരച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത്. അതേപ്രകാരം എൻസൈക്ലോപീഡിയയിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ മണ്ണ് എന്നുള്ളത്, ചെളിമണ്ണ് എന്നുള്ളത് അത് സൗന്ദര്യ ഉപകരണത്തിനും അതുപോലെ തന്നെ വൃത്തിയാക്കലിനും ശരീര സുരക്ഷയ്ക്കൊക്കെ വളരെ അത്യാവശ്യമായ ഘടകമാണ് എന്ന് എൻസൈക്ലോപീഡിയയിലൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇസ്ലാമിനെ പരിഹസിക്കുക, മുസ്ലിങ്ങളെ പരിഹസിക്കുക എന്നൊരു ദുരുദ്ദേശം മാത്രം വെച്ചുകൊണ്ട് ഇത്തരം സിനിമകളാണെങ്കിലും അതുപോലെയുള്ള നാടകങ്ങളും ഏതാണെങ്കിലും തികച്ചും അപലപനീയമാണ്.